Hi friends, 𝙬𝙘𝙘𝙚 വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ആർട്ടിഫിഷ്യൽ സ്നോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകും കേട്ടോ. അതായത് ക്രിസ്മസിൻ്റെ ഒരു അടിപൊളി മഞ്ഞിപ്പുൽക്കൂടൊക്കെ അലങ്കരിക്കാനും നമ്മുടെ ആ ഒരു ട്രീ, അതായത് ഇതുപോലത്തെ ട്രീയുടെയൊക്കെ സെല്ലിടാനായിട്ട് നമ്മൾ അടിപൊളി ആർട്ടിഫിഷ്യലായിട്ട് മഞ്ഞ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അത് വളരെ കുറഞ്ഞ ചിലവിൽ. അതിനാണ് നമ്മുടെ ഡൈപ്പർ ഇരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും. നമ്മുടെ സ്നഗ്ഗി എന്നൊക്കെ പറയും, ഡൈപ്പറാണിത്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇതിന് 35 രൂപ. ഈ 235, ഇത് 18 രൂപ കണ്ടാണ്. ഇത് നമ്മൾ വേറൊരു കിണ്ണം കാച്ചി എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇനി മൊത്തം വെറൈറ്റി ആയിരിക്കും. ഈ ഒരു ഡൈപ്പർ നമ്മൾ ഇതും വിനാഗ്രിയും പിന്നെ വേറെ കുറച്ച് സാധനം കൂടിയായിട്ട് ഒരു അടിപൊളി എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് ഈ ഒരു ചെറിയൊരു ഡൈപ്പർ. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും ലൈക്കും ചെയ്തേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സൈഡിലുള്ള ബെൽ ബട്ടൺ ഞെക്കി പൊട്ടി ചോള് കൊടുത്ത് തകർത്ത് കളയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡൈപ്പർ വെച്ച്, അതായത് നമ്മുടെ സ്നഗ്ഗി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു അടിപൊളി സ്നോ. അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ പാമ്പേഴ്സ് അല്ലെങ്കിൽ സ്നഗ്ഗി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം ഒന്ന് അൺബോക്സ് ചെയ്യാം, അതായത് വെട്ടിപ്പൊളിക്കാൻ അൺബോക്സ് ചെയ്യാം. നമ്മൾ ഈ സാധനം തുറക്കാൻ പോവുകയാണ്. നേഴ്സറി ഇതിൻ്റെ ഈ മോൾ വശം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതേ കത്രിക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തൽക്കാലം ഒരെണ്ണം എടുക്കാം. നമ്മുടെ ട്രൗസറൊക്കെ പോലെയാണ് വരുന്നത്. ചിക്കൻ്റെ ഭാഗം നമുക്ക് ആവശ്യമില്ല. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം നൈസായിട്ട്. ഇവിടെ ഒരു ഓട്ടയുണ്ട്. നേരെ നമ്മൾ കത്രിക എടുത്തിട്ട് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ആ ഒരു കാല് പോലത്തെ ഇത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് തുറന്നുകൊണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറ സൈഡ് കട്ട് ചെയ്യാം. നമുക്കൊരു പ്ലെയിൻ പോലെ ഇത് വരുത്തണം, നൈസായിട്ട് പ്ലെയിൻ സർഫസൊക്കെ പോലെ. നമുക്കിത് ഈ സൈഡ് കൂടി കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് തുറന്നു വന്നിട്ടുണ്ട്, ഇത് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ പ്ലെയിൻ ഒരു പിടുത്തുണ്ട്. നൈസായിട്ട് വലിച്ചു കൊടുക്കാം. ഇത്തിരി വലിക്കുക. എന്നിട്ട് ഈ ഒരു ഇവിടെ ഒരു ഓട്ട വന്നിട്ടുണ്ട്. നൈസായിട്ട് ഇത് കട്ട് ചെയ്യുക. ഇങ്ങനെ 2 സൈഡും ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സൈഡിലത്തെ എലാസ്റ്റിക് കൂടി പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പഞ്ഞിയാണിത്. ഈ ഒരു പഞ്ഞിയുടെ ഉള്ളിലാണ് നമ്മൾ പറയുന്ന ഒരു സംഭവം. അതായത് ഇവിടെ ഈർപ്പല വെള്ളം വരുമ്പോൾ ഇത് കുടിച്ച് വീർക്കും. അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. വീഡിയോയിലോട്ട് പോകുമ്പോഴായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി സൈറ്റ് പരിചയപ്പെടുത്തി തരാം. അതായത് എന്നെപ്പോലെ നമ്മുടെ മോട്ടർ, ലൈറ്റ്, ബാറ്ററി അങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വെച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ ആ ഒരാൾക്ക് പറ്റിയ അടിപൊളി സൈറ്റാണ് 𝙬𝙘𝙘𝙚. ഈ ഒരു സൈറ്റിൽ എല്ലാത്തിനും നല്ല വിലക്കുറവാണ്, നല്ല അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ്സുമാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഡെലിവറി കിട്ടുകയും ചെയ്യും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അവരുടെ സൈറ്റിൽ ഇല്ലാത്ത സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴത്തെ ഒരു വാട്സപ്പ് കാണും അവരുടെ സൈറ്റിൽ തന്നെ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വേണ്ട സാധനം വാട്സപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ മറക്കേണ്ട 𝙬𝙘𝙘𝙚 ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പഞ്ഞി പോലത്തെ ഭാഗം കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗവും ഇതിൻ്റെ അപ്പുറത്ത് പഞ്ഞി അല്ലാത്തൊരു ഭാഗവും കാണാൻ സാധിക്കും. ഇതിൻ്റെ നടുക്കാണ് നമ്മുടെ സോഡിയം പോളി അക്ലറിക് അങ്ങനത്തെ ഒരു കെമിക്കലുണ്ട്. ആ ഒരു കെമിക്കലാണ്, അതായത് ജസ്റ്റ് ഒരു ക്രിസ്റ്റൽ ടൈപ്പ്, അതല്ലെങ്കിൽ നമ്മൾ ഉപ്പിൻ്റെ ഒക്കെ പോലെ ഉപ്പരെ പഞ്ചസാരയൊക്കെ പോലത്തെ ടൈപ്പുള്ളൊരു ക്രിസ്റ്റൽ പോലത്തെ സാധനമാണ്. ക്രിസ്റ്റൽ അല്ല, അതുപോലത്തെ ഉപ്പൊക്കെ പോലെ ഇരിക്കുന്ന സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ മെയിൻ സംഭവം. ഇത് തുറന്ന് നമുക്കത് എടുക്കണം. അതാണ് ഈ വെള്ളം കുടിച്ച് ഇത് വീർക്കണതിൻ്റെ കാരണം. നമുക്ക് ഈ സാധനം ഒന്ന് തുറന്നെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്ത് കീറി പറിച്ചെടുക്കുക നടക്കൂല. ഇനി വേറൊരു ഐഡിയ ഉണ്ട്. ഇതേപോലെ മടക്കി വെക്കുക. ഈ 2 എണ്ണം ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ നേരെ കത്രിക എടുക്കുക. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതേ ഒരു പഞ്ഞിയും ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയറായിട്ട് നടുക്കൊരു സാധനം. ഇതാണ് നമ്മുടെ സോഡിയം പോളി അക്ലറിക്. ആ പേര് ഞാൻ അധികം പറയണല്ലോ, മൊത്തത്തിൽ നാവ് ഉളുക്കി പോകും. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് കുറച്ച് കളക്ട് ചെയ്ത് വെക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇങ്ങനത്തെ ഒരു ലെയറാണ് വരിക. ആദ്യം ജസ്റ്റ് ഈ ഒരു ലെയറിൻ്റെ ഈ ഒരു കോട്ടാണ് വരിക. അതിനുശേഷം പഞ്ഞി, ഇത് മൊത്തം പഞ്ഞിയാണ്. ഇതൊന്നുമല്ല നമുക്ക് ആവശ്യമുള്ള സാധനം. ഇതൊക്കെ നല്ല കട്ട പഞ്ഞിയാണ് കേട്ടോ. നല്ല അടിപൊളി പഞ്ഞിയാണ്. അതിന് ശേഷം ഈ ഒരു ലെയർ വരും. ഈ ഒരു ലെയറല്ല വേണ്ടേ, ഈ ഒരു പഞ്ഞിയുടെ ലെയറും ഈ ഒരു ലെയറിൻ്റെ നടുക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് ക്രിസ്റ്റലൊക്കെ പോലെ ഇരിക്കുന്നത്. ഈ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അതിനായിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് ആണ്. ഇതങ്ങോട്ട് വലിച്ച് കുറച്ചങ്ങോട്ട് കളയാം. അപ്പോൾ അതൊക്കെ വേണം പറിക്കാൻ. ഇതേപോലെ പറിക്കുക. ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ട് ഒന്ന് പറിച്ച് കളയുമ്പോൾ ഇവിടെ ഒരു എന്താണ് പഞ്ഞിക്കെട്ടൊക്കെ പോലെ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ക്രിസ്റ്റൽ പോലത്തെ സാധനം, അതായത് ഉപ്പൊക്കെ പോലെ ഇരിക്കും കേട്ടോ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിന് വായിലൊന്നും ആവാൻ പാടില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ വായിലായി കഴിഞ്ഞാലും ഇത് വെള്ളം കുടിച്ച് വീർത്ത് കഴിഞ്ഞാൽ അത് വയറുവേദന അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും ഇത് വായിലാവരുത്. നമ്മൾ പറിച്ച് എടുക്കാറായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമ്മളിത് ആ പഞ്ഞി ഒന്ന് വേർപ്പെടുത്തി എടുക്കാം. ഇതാണ് കേട്ടോ പഞ്ഞി. അപ്പോൾ ഈ ഒരു ലെയർ പതുക്കെ പിടിച്ചിട്ടൊന്ന് വലിച്ചാൽ പഞ്ഞി നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. ഇനിയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ പഞ്ഞിയുടെ അടിയിലും ഈ ഒരു ലെയറിൻ്റെ നടുക്കാണ് ഫ്രണ്ട്സ്. നമുക്ക് ആ ലെയർ കിട്ടി. പഞ്ഞി മൊത്തം പറിക്കേണ്ട, ഒരു സൈഡിലത്തെ ഒരു ഇത്തിരി പറിച്ചാൽ മതി. ഇതാണ് നമുക്ക് വേണ്ട ലെയർ കേട്ടോ ഫ്രണ്ട്സ്. നമ്മളൊക്കെ പൊളിച്ച് ഇത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഉള്ളിൽ കാണാൻ പറ്റുന്ന ഈ ഒരു തരിയാണ് കേട്ടോ
നമുക്ക് ആവശ്യമുള്ള സംഭവം ഇതാണ്. നമ്മളൊരു ആർട്ടിഫിഷ്യൽ സ്നോ ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിൻ പങ്ക് വഹിക്കുന്നത് ഇതേ എന്തോരാന്ന് കണ്ടില്ല. അതായത് ഒരു സ്നഗ്ഗിയുടെ അത് പകുതിയാക്കിയിട്ട് ആ ഒരു പകുതിയിലാണ് നിങ്ങൾ ഇത്രയും കാണുന്നത് കേട്ടോ. ഇത് കുറേ ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും വയ്ക്കുന്നത് കേട്ടോ. 2 സൈഡിലായിട്ടാണ് ഇതേപോലെ ഇവിടെ ഒരു ഒട്ടിച്ച് വെച്ചേക്കുക. ഇതിൻ്റെ ഒപ്പം പശയും കൂടി ഉണ്ടാവും, അതൊന്നും നമുക്ക് സീനില്ല. ഇതാണ് നേരത്തെ പറഞ്ഞ വായക്കൊള്ളാത്ത പേരുള്ള സാധനം, സോഡിയം പോളി അക്ലറിക്. ആ സംഭവം നമുക്ക് കിട്ടിയേക്കാണ്. ഇതാണ് സംഭവം. നമ്മുടെ ഉപ്പൊക്കെ പോലില്ലേ, ഇതൊരു ശരിക്കും ഒട്ടിച്ച് വെച്ചേക്കാം കേട്ടോ, പശ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൽ നിന്നെല്ലാം വേർതിരിച്ച് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള കിട്ടും. അത് ഇത്രത്തോളം നമ്മൾ പൊളിച്ച് ഇതാക്കി എടുത്തു. നല്ല പണിയാട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട് ആയിഷും കൂടി ഹെൽപ്പ് ചെയ്തു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം വെള്ളം ഒഴിക്കുമ്പോഴാണ് വെള്ളം കുടിച്ച് സാധനം വീർത്ത് വരാം കേട്ടോ. ഇതാണ് ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയത്. നല്ല അടിപൊളി സംഭവം കാണുമ്പോൾ ഉരുട്ടി വിഴുങ്ങാനൊക്കെ തോന്നും. ഉരുട്ടി വിഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ്റിപ്പോയാലും ഇത് വെള്ളം കുടിച്ച് വലുതാവും. അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്ത് വെക്കുക എന്തായാലും. അപ്പോൾ മാലയൊക്കെ ഇട്ട് തൂക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഉരുട്ടിയൊന്നും വിഴുങ്ങരുത്. ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ നമുക്കിനി ഇത് മൊത്തത്തിൽ വെള്ളം ഒഴിക്കണേക്കാൾ മുമ്പ് ഒരു ചെറിയൊരു തരി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു തരിയിൽ നമുക്ക് ആദ്യം വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കാം, എങ്ങനെയൊക്കെ ഇതിൻ്റെ റിയാക്ഷൻ എന്ന്. ഫ്രണ്ട്സ് ഈ സാധനം സ്നോ ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തു കേട്ടോ. കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അടിപൊളി സ്നോ ഫോം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് കറക്റ്റ് സ്നോ ആയിട്ടുണ്ട്. എൻ്റെ മോനെ പൊളി, നല്ല അടിപൊളി സ്നോ റെഡി. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ആ ഒരു നിമിഷത്തേക്കാണ് ഇത്രയും സംഭവത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകട്ടോ. ഞാൻ എന്താ പറ്റുക, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതെ ഇത്രയും സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഒരു കുപ്പി വെള്ളം മൊത്തം താങ്ങുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും പ്ലേറ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കാൻ പോവാണേ. ഫ്രണ്ട്സ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചേക്കാണ്. കുറച്ചുകൂടി ഒഴിച്ചേ. ഫ്രണ്ട്സ് നമ്മളങ്ങനെ സ്നോ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് നമ്മളൊക്കെ കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് വെള്ളം മൊത്തം സ്നോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് സ്നോ ഫോം ആവണേ കാണാൻ സാധിക്കും. ഫ്രണ്ട്സ് നമ്മുടെ പാത്രത്തിൽ അങ്ങനെ സ്നോ വരുന്നു. ഫ്രണ്ട്സ് എവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നേ കുറച്ച് കളറൊക്കെ. എൻ്റെ പൊൻ 2 കുപ്പി വെള്ളമാണ് ഫ്രണ്ട്സ് ഇത് കുടിച്ചത്. പുറത്തേക്കൊക്കെ വന്നിട്ട് കേട്ടോ. അതുമായി എൻ്റെ പൊന്നെ ഹിമാലയം 5ാമത്തെ കുപ്പി വെള്ളമാണ് ഈ ഒഴിക്കുന്നത്. എൻ്റെ കുഴൽക്കിണർ കുത്തി നമ്മൾ നിറഞ്ഞു വീഴുന്നുണ്ട് പുറത്തൊക്കെ. മോനെ ഒരു ഉപ്പയും കൂടി എടുക്ക്. നമ്മളിന്ന് പൊള്ളയ്ക്കും ഇത് നിറച്ചിട്ടേ പോകൂ. ഫ്രണ്ട്സ് ഇപ്പം കാണാൻ സാധിക്കുന്നത് നിറഞ്ഞു ഒഴുകുകയാണ് ഇത്. നമ്മുടെ മഞ്ഞ ആർട്ടിഫിഷ്യൽ സ്നോ. ഫ്രണ്ട്സ് നമ്മുടെ സ്നോ ആണ് ഈ കാണുന്നത്. മോനെ നല്ല പൊളിപ്പൻ സ്നോ. പൊളിപ്പൻ. നമ്മൾ ഇന്നത്തെ ക്രിസ്മസ് നമ്മൾ പൊളിച്ചടിക്ക്. മോനെ എന്ത് സൂപ്പർ. നമുക്ക് കുറച്ചിട്ട് വെള്ളം ഒഴിച്ച് നോക്കാം കേട്ടോ. ഞാൻ ഇതേവരെ ഇത്രയും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇത്ര സന്തോഷമായിട്ടുള്ള കേട്ടോ. നമ്മുടെ ടേബിൾ നിറഞ്ഞേക്കാണ്. ഇതിപ്പോൾ 7ാമത്തെ കുപ്പി വെള്ളമാണ്. 7 കുപ്പി വെള്ളം നമ്മുടെ ടേബിളേ നിറഞ്ഞു. 7ാമത്തെ 8ാമത്തെ കുപ്പി വെള്ളമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ.
ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ 10 കുപ്പി വെള്ളമാണ് ഇത് കുടിച്ചേക്കുന്നത്. 10 കുപ്പി വെള്ളം ഇത് നിസ്സാര കാര്യമല്ല. അതും 2 പാക്കറ്റ് സ്നഗ്ഗി, അതായത് 4 സ്നഗ്ഗി നമ്മൾ അത് അതിൽ നിന്ന് എടുക്കാൻ നല്ല പാടായിരുന്നു. എന്നാലും ഈ ഒരു മഞ്ഞ് ഇത് നമ്മുടെ പുൽക്കൂട്ടിൽ നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇട്ടാണല്ലോ, എൻ്റെ പൊന്നെ ചുമ്മാ തീയായിരിക്കും. ഇതെല്ലാം അടിപൊളി മഞ്ഞാണത്, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഈ ഒരു അടിപൊളി മഞ്ഞിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് വരാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓൾ കൊടുക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ എടുക്കാൻ സഹായിച്ചത് എൻ്റെ ഫ്രണ്ട് ആയുഷാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഇനിയും വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്ക് പക്ഷേ ഇത്ര മതി, ഇത് തന്നെ ധാരാളമായി. അപ്പോൾ ഇതൊക്കെ നല്ല ചെടിയും ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്ത് രസമാണ്, നമുക്ക് നിർത്താൻ തോന്നുന്നില്ല, അത്രയും സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് ഒരിക്കലും മറക്കരുത്. കാരണം ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്താണ്. സോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനി നമ്മൾ നോർമൽ ലെവലല്ല, വേറെ ലെവൽ വീഡിയോസ് ആയിരിക്കും. ഇതിനേക്കാളും സൂപ്പർ വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ ബൈ.